ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പോകുന്നത് കുവൈറ്റിലെ ലിറ്റിൽ വേൾഡ് എന്ന ഇൻ്റർനാഷണൽ പവലിയനിലേക്കാണ്. തുടങ്ങിയത് നവംബറിലാണ്, പക്ഷേ ഇതുവരെയും പോകാൻ പറ്റിയില്ല. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇൻ്റർനാഷണൽ പവലിയൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കാണാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ അതിൻ്റെ അകത്തുനിന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആദ്യമായിട്ടാണല്ലോ കുവൈറ്റിൽ ഇതുപോലെ ഒരു സംഭവം നടക്കുന്നത്. നമസ്കാരം. شعبولة شعبان طميني الآية اهمين اللي صرخ الصرخة الفاتية يا أخي الهدية يما 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 محمود ولعها 20 25 ولعها مزمار يا حلو. അങ്ങനെ പല പവലിയൻസ് സന്ദർശിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ആരുടെയും മുഖത്ത് സങ്കടമൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ കുവൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന് പോയി ഇതൊക്കെ കാണുക, ഇവിടുത്തെ കാര്യങ്ങൾ ഡിസ്പ്ലേയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ പവലിയനിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിമനോഹരം തന്നെയായിരുന്നു. ഒരുപാട് പ്രാവശ്യമൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ട്. നവംബർ തുടങ്ങിയതാണ്, മാർച്ച് 1 ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. അതിന് മുൻപ് ഒന്ന് പോയി കാണുക പറ്റുവാണെങ്കിൽ. എൻട്രി ഫീസൊന്നും ഇല്ല. കുവൈറ്റിൻ്റെ പവലിയനിലും നമ്മൾ പോയി. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ പവലിയനിലാണ് കൂടുതലായിട്ട് തിരക്കുണ്ടായിരുന്നത്. ഒരുപാട് ഓയിലുകളും ഹെർബലായിട്ടുള്ള പല കാര്യങ്ങളും അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റുന്ന വിലയൊന്നും ആയിരുന്നില്ല. നല്ല എക്സ്പെൻസീവ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതും ഇന്ത്യക്കാരൊക്കെ തന്നെയാണ് മിക്കവാറും പവലിയൻസിൽ ഇരിക്കുന്നത്. വേറെ രാജ്യത്തിൻ്റെ പവലിയൻസ് ആണെങ്കിൽ പോലും ഇന്ത്യക്കാരെ അവിടെയും കണ്ടു ഈ സെയിലൊക്കെ നടത്താൻ വേണ്ടിയിട്ട്.
എന്തായാലും മ്യൂസിക് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം ഇവരുടെ ഈ പാട്ടും മേളവും കാണുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം, അതുപോലെ തന്നെ അവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ട് അവർക്കും ഒരു സന്തോഷം. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ കൂടിയാണ് കഴിഞ്ഞ 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തത്. കുറച്ചൊക്കെ ഏരിയാസാണ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കൂടുതലും ആളുകളെ ഫോക്കസ് ചെയ്യുക, അതായത് അവിടെയുള്ള വരുന്ന ആളുകളെ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അവിടെ ഷോപ്പിലൊക്കെ നിൽക്കുന്നവരുടെ വീഡിയോ എടുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചൈനയുടെ പവലിയനാണ്. പല ഇൻ്റർനാഷണൽ കമ്പനികളുടെ പല കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസ്പ്ലേ അല്ല, സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുവൈറ്റിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവിടെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുവൈറ്റിൽ അല്പം തണുപ്പ് കൂടുതലാണ്. തണുപ്പൊക്കെ ഒന്ന് പതുക്കെ കുറഞ്ഞതിന് ശേഷം മാർച്ച് 1-ാം തീയതിക്ക് മുൻപേ ഇവിടെ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കാണാം. ആദ്യമായിട്ടാണ് കുവൈറ്റിൽ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. എൻട്രി ഫീസ് ഇല്ല, ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വാങ്ങാം. ആഫ്രിക്കയുടെ ആൾക്കാരാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവരുടെ ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് കാണാനും കേൾക്കാനും കുവൈറ്റിൽ ഇങ്ങനെയൊരു സന്ദർഭം കൊണ്ടുവന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുടുംബമായിട്ട് എല്ലാവരും കുട്ടികളൊക്കെ ഒത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.